Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are fine and safe at home. എല്ലാവരും നല്ലപോലെ പഠിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ 5 ചാപ്റ്റേഴ്സൊക്കെ തീർന്നിരിക്കുകയാണല്ലേ? റിവിഷനൊക്കെ നടത്തി തുടങ്ങിയോ? യെസ്, ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക് മീ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് എ ഡിഫക്റ്റ്, അനദർ ഡിഫക്റ്റ് ഇൻ ഐ. നമ്മൾ വിഷൻ അല്ലേ പഠിക്കുന്നത്? വിഷൻ ആൻഡ് ദ കളർഫുൾ വേൾഡ് അല്ലേ? അപ്പോൾ അതിനകത്ത് വിഷൻ അല്ലേ പഠിക്കുന്നത്? യെസ്. അപ്പോൾ ഈ വിഷനിൽ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? സ്ട്രക്ചർ ഓഫ് ഐ, പിന്നെ ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ. ദെൻ ദ സെക്കൻഡ് ഡിഫക്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ ഈസ് മയോപ്പിയ, ഷോർട്ട് സൈറ്റഡ്നെസ്, called as myopia. മയോപിക് ഐ എങ്ങനെയാണെന്ന് വരയ്ക്കാം. മയോപിക് ഐയുടെ ലെൻസ് ഇതാണ്. മയോപിക് ഐയുടെ പ്രത്യേകത, if there is a point source, light refract into the eye and this lens forms the image in front of the retina. Image is formed in front of the retina. ഇതൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. മയോപിക് ഐയുടെ ഡയഗ്രാം ആണ്. The point source or object, this is image. The myopic eye forms image in front of the retina. എളുപ്പമല്ലേ? ലോങ് സൈറ്റഡ്നെസ്സിലാണെങ്കിൽ ബാക്ക് ഓഫ് ദ റെറ്റിന ആയിരുന്നു. ഹിയർ ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന. ഓക്കെ, എന്താണ് ഷോർട്ട് സൈറ്റഡ്നെസ്? വാട്ട് ഡു യു തിങ്ക്? വാട്ട് ഈസ് ഷോർട്ട് സൈറ്റഡ്നെസ്? ആസ് ദ നെയിം സജസ്റ്റ്സ്, ഷോർട്ട് സൈറ്റഡ്നെസ്, we can see only things which are at short distance from us. We cannot see the things which are long distance from us. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഷോർട്ട് സൈറ്റഡ്നെസ്സിൻ്റെ മീനിങ് എന്താണ്? ഷോർട്ട് ഡിസ്റ്റൻസിലുള്ള കാര്യങ്ങൾ മാത്രം കാണുന്നത്. അപ്പോൾ എന്താണ് ഡിഫക്റ്റ്? ആക്ച്വലി ലോങ് ഡിസ്റ്റൻസിലുള്ള കാര്യങ്ങൾ കാണില്ല. അപ്പോൾ ഇതൊരു ഫാർ അവേ ഉള്ള ഒരു ഒബ്ജക്റ്റാണ്. ഫാർ പോയിന്റിന് ഉള്ളിൽ നിൽക്കുന്ന ഫാർ അവേ ഉള്ളൊരു ഒബ്ജക്റ്റ്. ഫാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ ദൂരം, ഏറ്റവും മാക്സിമം ദൂരം, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ദൂരം, അത് ഫാർ പോയിന്റ്. ആ ഫാർ പോയിന്റിൽ നിന്ന് ഉള്ളിൽ നിൽക്കുന്ന ഏതോ ഒരു വസ്തുവാണിത്. കുറച്ച് ദൂരത്ത് നിൽക്കുന്ന വസ്തുവാണ്. ആ വസ്തു ഷോർട്ട് സൈറ്റുള്ള ആൾക്ക് റെറ്റിനയുടെ ഫ്രണ്ടിലെ ഇമേജിനെ കിട്ടുള്ളൂ. അപ്പോൾ അത് കാണാൻ പറ്റുമോ? ഹി കെ നോട്ട് സീ ഇറ്റ് ക്ലിയർലി, അല്ലേ? അപ്പോൾ ഈ ഒരു ഡിഫക്റ്റിനെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യും? അല്ല, ആദ്യം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് മൈറ്റ് ബി ദ റീസൺ? റീസൺ 1, eyeball may be big. eyeball may be big, അല്ലേ? ഐബോൾ വലുതായിക്കൂടെ? ഐബോൾ ഇവിടെ ആയിരുന്നെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് റെറ്റിന തന്നെ. ഐബോൾ ഇച്ചിരി നീളം കൂടിപ്പോയി, അല്ലേ? ഐബോൾ ഇലോങ്ങേറ്റഡ് ആയിപ്പോയി, അല്ലേ? അതുകൊണ്ടാണ് ഷോർട്ട് സൈറ്റഡ്നെസ് വന്നത്. ക്ലൂ ആണ് ഷോർട്ട് സൈറ്റഡ്നെസ്, ലോങ് ഐബോൾസ്. ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ ലോങ് ഐബോൾസ്, ലോങ് സൈറ്റ് ആണെങ്കിൽ ഷോർട്ട് ഐബോൾസ് ആണ് റീസൺ. അത് ഓർക്കാനൊരു മാർഗമാണ്. സെക്കൻഡ് 1, പവർ ഓഫ് ദ ലെൻസ്. പവർ ഓഫ് ലെൻസ് മേ ബി മോർ. അപ്പോൾ കൺവേർജിങ് പവർ കൂടുതലായിരിക്കാം. അതായത് ഈ ഒരു ലെൻസിൻ്റെ കൺവേർജിങ് പവർ കൂടി അത് ഏറ്റവും അടുത്ത ഒരു സ്ഥലത്തോട്ടത് ഫോക്കസ് ചെയ്തു. ഇതിനെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ്? ദ എബിലിറ്റി ടു ഇലോങ്ങേറ്റ്, ദ ഇന്നബിലിറ്റി ഓഫ് ദ ലെൻസ് ടു ഇലോങ്ങേറ്റ്. ഇന്നബിലിറ്റി of the lens to elongate. ഇതിനെ നമുക്ക് മയോപിക് ഐയുടെ റീസൺ ആയിട്ട് പറയാം. പവർ ഓഫ് ദ ലെൻസ് മേ ബി മോർ, അതാണ് തൊട്ടടുത്ത് തന്നെ അത് കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നത്?
ഇമേജിനെ കാണിക്കുന്നത്. വേറൊരു റീസൺ, ഇതിനെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ലെൻസ് ഇലോങ്ങേറ്റ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. ഇതുപോലിരിക്കുന്ന ഒരു ലെൻസ് ആണെങ്കിൽ ഫോക്കസ് അടുത്ത് തന്നെ ആയിരിക്കും. ഇതേപോലെ ഇലോങ്ങേറ്റ് ചെയ്തിരിക്കുന്ന ലെൻസിൻ്റെ ഫോക്കസ് ദൂരെ ആയിരിക്കും അല്ലേ? ആണ്. അപ്പം ഇതുപോലിരിക്കുന്ന ഐ ഇതുപോലെ ആവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് മയോപ്പിക് ഐ സംഭവിക്കുന്നത്. ചെറിയ ലെൻസിനെ ഇലോങ്ങേറ്റ് ചെയ്യാനുള്ള കഴിവില്ല, റേഡിയസ് ഓഫ് കർവേച്ചർ കൂട്ടാനുള്ള കഴിവില്ല. നമ്മുടെ കണ്ണ് സാധാരണ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? ചെറുതാവണം, വലുതാവണം, ഓരോ സാഹചര്യങ്ങളനുസരിച്ച്. പക്ഷെ അതിന് മാറാനുള്ള കഴിവില്ല, ലെൻസിന് അങ്ങനെയുള്ളൊരു കഴിവില്ല. അതുകൊണ്ടാണ് മയോപ്പിക് ആയി വരുന്നത്. ഫസ്റ്റ് റീസൺ എന്താണ്? ഐബോൾ വലുതായിരിക്കും. ഷോർട്ട് സൈറ്റഡ്നെസ്സിന് ഐബോൾ വലുതായിരിക്കും. അപ്പോൾ റെറ്റിനയുടെ മുമ്പിലെ ഇമേജ് ഫോം ചെയ്യുന്നുള്ളൂ, അങ്ങേറ്റം വരെ എത്തുന്നില്ല, ബിക്കോസ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ഐബോൾ. സെക്കൻഡ് റീസൺ എന്തായിരിക്കും? പവർ ഓഫ് ദ ലെൻസ് ഈസ് വെരി മച്ച് ബിഗർ, സോ ദാറ്റ് റെറ്റിനയിൽ പോകുന്നതിന് മുമ്പേ തന്നെ ഫോക്കസിലെല്ലാം എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇനബിലിറ്റി ഓഫ് ദ ലെൻസ് ടു എലോങ്ങേറ്റ് ചെയ്താലല്ലേ കറക്റ്റ് റെറ്റിനയിൽ വരത്തുള്ളൂ. അപ്പോൾ ഇനബിലിറ്റി ഓഫ് ദ ലെൻസ് ടു എലോങ്ങേറ്റ് ഈസ് അനദർ റീസൺ ഫോർ മയോപ്പിക് ഐ. ഇനി വാട്ട് ഈസ് ദ കറക്ഷൻ ഫോർ മയോപ്പിക് ഐ? ഇതെല്ലാം എഴുതിയെടുക്കുക കേട്ടോ. വാട്ട് ഈസ് ദ കറക്ഷൻ ഫോർ മയോപ്പിക് ഐ? തിങ്ക് അബൌട്ട് ഇറ്റ്. കറക്ഷൻ ഫോർ മയോപ്പിക് ഐ. നമ്മൾ ഹൈപ്പർമെട്രോപ്പിയ പറഞ്ഞപ്പോൾ എന്തായിരുന്നു കറക്ഷൻ? കോൺവെക്സ് ലെൻസ് വരയ്ക്കലായിരുന്നു കറക്ഷൻ അല്ലേ? അപ്പോൾ ഈ മയോപ്പിക് ഐക്ക് എന്തായിരിക്കും കറക്ഷൻ? കോൺകേവ് ലെൻസ് ആയിരിക്കും കറക്ഷൻ. ഓക്കെ, ഗുഡ്. ലെറ്റ് us draw the correction. Correction. I ലെൻസ് ദൂരെയുള്ളത് കാണുന്നില്ല. ഇതിനെ റിഫ്രാക്റ്റ് ചെയ്ത് ഡൈവേർജ് ചെയ്ത് പോവും. വരയ്ക്കുമ്പം കോൺകേവ് ഫാർ പോയിൻ്റ് മയോപ്പിയയുടെ കറക്ഷനാണിത്. കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ പ്രത്യേകത എന്താണ്? കോൺകേവ് ലെൻസിനെ ഡൈവേർജ് ചെയ്യാനുള്ള കഴിവുണ്ടല്ലേ? അപ്പോൾ കോൺകേവ് ലെൻസ് എന്ത് ചെയ്യും? ഈ റേസ് ഓഫ് ലൈറ്റിനെ ഒന്ന് ഡൈവേർജ് ചെയ്യും. ഇലോങ്ങേറ്റ് ചെയ്യാൻ കഴിയാത്ത ലെൻസ് അല്ലേ നമ്മുടേത്. അപ്പോൾ നമ്മുടെ കോൺകേവ് ലെൻസ് ഒന്ന് ഡൈവേർജ് ചെയ്ത് ഇലോങ്ങേഷൻ ഓഫ് ലെൻസിന് പകരം അങ്ങനെ ഒരു കാര്യമാക്കി ഡൈവേർജ് ചെയ്തിട്ട് കറക്റ്റ് റെറ്റിനയിൽ കൊണ്ടുവന്ന് മുട്ടിക്കും. അപ്പോൾ ദിസ് ഈസ് ഹൗ മയോപ്പിക് ഐ ഈസ് കറക്റ്റഡ്. ഓക്കെ, അപ്പം രണ്ട് കാര്യങ്ങളായി, ഹൈപ്പർമെട്രോപ്പിയയായി മയോപ്പിയയായി. ഹൗ ടു കറക്റ്റ് മയോപ്പിയ നമ്മൾ പഠിച്ചു. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ ഉള്ളൂ, പ്രസ് ബയോപ്പിയ ആൻഡ് പവർ ഓഫ് ലെൻസ്. ഇതിൻ്റെ പവർ ഓഫ് ലെൻസ് എങ്ങനെയാണ്? -2.5 ഡയോപ്റ്റർ എന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ ഇതിൻ്റെ മീനിങ് എന്താണ്? ഹി ഹാസ് ഷോർട്ട് സൈറ്റഡ്നെസ്. ആ പ്രിസ്ക്രിപ്ഷൻ ബില്ലിൽ നമ്മൾ നോക്കിയാൽ അറിയാം. If it is +2.5, it is convex lens and it is long sightedness. If it is -2.5, it means the person has short sightedness or myopia and they are using a concave lens for correcting it. മനസ്സിലായില്ലേ? മൈനസ് വാല്യൂ കണ്ടാൽ അത് കോൺകേവ് ലെൻസിൻ്റെ ആണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. യെസ്, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സോ ദീസ് ആർ ദ 2 ഡിഫക്ട്സ്.
ഇനി ഒരു ഡിഫക്റ്റും കൂടെ ഉള്ളൂ. വാട്ട് ഈസ് എ ഡിഫക്റ്റ്? ദ ഡിഫക്റ്റ് ഈസ് കോൾഡ് പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയ എഴുതിക്കോ. It is seen in elderly people. It is also called as old age hypermetropia. ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെൻസിന് എന്ത് ചെയ്യാനുള്ള കഴിവില്ല. റെറ്റിനയുടെ സ്ഥലത്തിന് പകരം ബാക്ക് സൈഡിലാണ് ഇമേജ് ഫോർമേഷൻ. നിയർ പോയിൻ്റ് അടുത്തുള്ള കാര്യങ്ങൾ കാണാൻ കഴിയില്ല. ഓൾഡ് ഏജ് ഇതാണ് പ്രസ്ബയോപ്പിയ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് അടുത്തുള്ള ഒരു ഓബ്ജക്റ്റിനെ അവർ റെറ്റിനയുടെ ബാക്കിലേ കാണിക്കൂ. അതിനെ ഓൾഡ് ഏജ് ഹൈപ്പർമെട്രോപ്പിയ എന്ന് വേണമെങ്കിലും വിളിക്കാം. ദ ലെൻസ് ഹാർഡൻഡായി, ഏജ് കൂടുന്തോറും ലെൻസ് ഹാർഡൻഡായിട്ട് ഇറ്റ് ഈസ് അനേബിൾ ടു ചേഞ്ച് ദ ഷേപ്പ്. കേട്ടോ, ലെൻസ് ഹാർഡൻഡായിട്ട് ഇറ്റ് ഈസ് അനേബിൾ ടു ചേഞ്ച് ദ ഷേപ്പ്. ലെൻസ് ഹാർഡൻഡായിട്ട് അണേബിൾ ടു ചേഞ്ച് ദ ഷേപ്പ്. ഇപ്പം 3 പോയിൻ്റായി പ്രസ്ബയോപ്പിയയിൽ, നാലാമത്തൊരു ഫിഗറും കൂടെ. അപ്പോൾ പ്രസ്ബയോപ്പിയ ചോദിച്ചാൽ ഈ 3 കാര്യങ്ങൾ എഴുതുക. സീൻ ഇൻ എൽഡർലി പീപ്പിൾ, കോൾഡ് ആസ് ഓൾഡ് ഏജ് ഹൈപ്പർമെട്രോപ്പിയ, ദ ഇമേജ് ഈസ് formed behind the retina and the people can't see object near them, and also lens get hardened and unable to change the shape of the lens. അപ്പോൾ ഇത് പ്രസ്ബയോപ്പിയ. അപ്പോൾ ഡിഫക്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി 2-3 ടേംസും കൂടെ ഇതിനകത്ത് പഠിക്കാനുണ്ട്. നിയർ പോയിൻ്റ് എന്താണ്, ഫാർ പോയിൻ്റ് എന്താണ്, ഇത് നമ്മൾക്ക് ആദ്യമേ പഠിക്കേണ്ടതാണ്. നിയർ പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചാൽ, ഇപ്പോൾ ടേക്ക് എ പെൻസിൽ, കീപ്പ് ഇറ്റ് വെരി നിയർ ടു യു, വളരെ വളരെ അടുത്ത് കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പെൻസിലിനെ കറക്റ്റായിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്ത് കാണാൻ പറ്റുമോ? ടേക്ക് യുവർ പെൻ ഓർ പെൻസിൽ വിത്ത് യു, കീപ്പ് ഇറ്റ് വെരി നിയർ ടു യുവർ ഐസ്. അതിനായിട്ടൊന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒരു ഒറ്റ ഒബ്ജക്റ്റായിട്ട് കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനൊരു പ്രത്യേക ഒരു പൊസിഷനിൽ വെച്ചാൽ കറക്റ്റ് ഒരു ഒറ്റ ഒബ്ജക്റ്റായിട്ട് കാണാൻ കഴിയും, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. അപ്പം നിയർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ണിൻ്റെ ഒബ്ജക്റ്റ് കാണാനുള്ള, ക്ലിയർലി കാണാനുള്ള ഏറ്റവും അടുത്ത പോയിൻ്റാണ് നിയർ പോയിൻ്റ്. ഇപ്പോൾ ഫാർ പോയിൻ്റ് എന്താണ്? ഏറ്റവും ദൂരം, ദ മാക്സിമം ഡിസ്റ്റൻസ് ആൻ ഐ ക്യാൻ കവർ. എന്തിന്? അത് ക്ലിയർലി സീൻ ചെയ്യുകയും വേണം അല്ലേ? അപ്പോൾ ഫാർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഐ കവർ ചെയ്യുന്ന, ഐ എത്രമാത്രം ദൂരത്തിലുള്ള പോയിൻ്റ് വരെ കവർ ചെയ്യും, അത് മാക്സിമം, അത് ഫാർ പോയിൻ്റ്. നിയർ പോയിൻ്റ് എത്രയാണെന്ന് അറിയാമോ? ഹ്യൂമൻസിന് നിയർ പോയിൻ്റ് 25 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ 25 സെൻറ്റിമീറ്ററിന് അടുത്തോട്ട് നിൽക്കുക. 25 സെൻറ്റിമീറ്റർ വരെയുള്ള ദൂരമുള്ള, ഇപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണ്, വി ആർ റീഡിങ് എ ബുക്ക്. അപ്പോൾ 25 സെൻറ്റിമീറ്ററിന് അടുത്തോട്ട് തന്നെ ബുക്ക് വെച്ചാൽ നമുക്ക് നല്ലപോലെ വായിക്കാൻ കഴിയില്ല. അത് കുറച്ച് 25 സെൻറ്റിമീറ്ററിൽ നിന്നും ദൂരോട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് വി ക്യാൻ റീഡ് ദ ബുക്ക്. ഇപ്പോൾ വാട്ട് ഈസ് നിയർ പോയിൻ്റ്, വാട്ട് ഈസ് ഫാർ പോയിൻ്റ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ദ എബിലിറ്റി ഓഫ് ദ ഐസ്, അല്ലെങ്കിൽ ദ നിയറസ്റ്റ് പോയിൻ്റ് അറ്റ് വിച്ച് ദ ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ ക്ലിയർലി.
the nearest point at which the object can be seen clearly and distinctly, it is called the near point. Far point എന്താണ്? The farthest point at which the object can be seen clearly and distinctly. ഓക്കെ, അപ്പം നിയർ പോയിൻറ്റും ഫാർ പോയിൻറ്റും ആയി. നോർമൽ ഹ്യൂമൻസിൻ്റെ ഹെൽത്തി വിഷൻ ഫാർ പോയിൻറ്റ് ഇൻഫിനിറ്റി ആണ് അങ്ങനെ പറയാറ്. നമുക്ക് ഒരുപാട് ദൂരെ നിന്നൊക്കെ കാണാൻ പറ്റില്ലേ, അതുകൊണ്ട് അതിന് ഇൻഫിനിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. വൺ മോർ, പവർ ഓഫ് അക്കോമഡേഷനും കൂടെ പഠിക്കണം. നിയർ പോയിൻ്റ് പറഞ്ഞു, ഫാർ പോയിൻ്റ് പറഞ്ഞു, ഇനി ലാസ്റ്റ് പവർ ഓഫ് അക്കോമഡേഷൻ. എന്തായിരിക്കും പവർ ഓഫ് അക്കോമഡേഷൻ? എനി ഗെസ്സസ്? അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെച്ചിട്ടൊന്ന് ഗെസ് ചെയ്ത് നോക്കിയേ. പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് എ ലെൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് ദാറ്റ് ലെൻസ് ടു ഫോക്കസ് ദ ഒബ്ജക്റ്റ് ഓൺ ദ റെറ്റിന. പവർ ഓഫ് അക്കോമഡേഷൻ, ability of the eye to form an image on the retina by adjusting the focal length of the lens in the eye. അപ്പോൾ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് റെറ്റിനയിൽ തന്നെ പതിക്കാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യില്ലേ, ആ ഒരു എബിലിറ്റിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. റെറ്റിനയിൽ തന്നെ ഇമേജിനെ അക്കോമഡേറ്റ് ചെയ്യണം, അതാണ് നമ്മുടെ ഡെഫിനിഷൻ. ദ എബിലിറ്റി ഓഫ് ദ ഐ ടു അക്കോമഡേറ്റ് ദ ഇമേജ് കറക്റ്റ്ലി ഓൺ ദ റെറ്റിന ബൈ ചേഞ്ചിങ് ദ ഫോക്കസ് ഓഫ് ദ ലെൻസ്. അല്ലെങ്കിൽ ഫോക്കസ്, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ മാറ്റുന്നു, അല്ലെങ്കിൽ ഫോക്കസ് മാറ്റുന്നു, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ദിസ് ഈസ് കോൾഡ് പവർ ഓഫ് അക്കോമഡേഷൻ. അപ്പം നിയർ പോയിൻ്റ് പറഞ്ഞു, ഫാർ പോയിൻ്റ് പറഞ്ഞു, പവർ ഓഫ് അക്കോമഡേഷൻ പറഞ്ഞു, ലോങ് സൈറ്റഡ്നെസ് പറഞ്ഞു, ഷോർട്ട് സൈറ്റഡ്നെസ് പറഞ്ഞു. എന്നാൽ പറയാം, ലോങ് സൈറ്റഡ്നെസ്സിന് ഐബോൾ വലുതായിരിക്കുമോ ചെറുതായിരിക്കുമോ? ലോങ് സൈറ്റഡ്നെസ്സിന് ചെറുതും, ഷോർട്ട് സൈറ്റഡ്നെസ്സിന് വലുതും. ഓക്കെ, സോ ഈ ക്ലാസ് നമുക്ക് ഇവിടെ നിന്ന് നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്പേർഷൻസ് ഒക്കെ നമ്മൾക്ക് പഠിക്കാം. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.